Hi my viewers, this is Darshana and welcome back to my channel Darshana's Vlogs. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോളിയസ് പ്ലാന്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ടോട്ടൽ ഒരു 7 വെറൈറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കെയർ ചെയ്ത് പോകുന്നത്, അതുപോലെ ഇതെങ്ങനെ ബുഷിയായി വളർത്തിയെടുക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കോളിയസ് പ്ലാന്റിനും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റെമ്മ് വന്നിട്ട് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഓവറായിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയിലിരിക്കും. നമ്മളൊരു തണലുള്ള ഏരിയയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾക്ക് വന്നിട്ട് കളറൊന്നും അത്ര തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെയിലത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി ഇതിന് വാട്ടർ കൊടുക്കണം കേട്ടോ. നമ്മൾ വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സോയിൽ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിന് വെള്ളം നനച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 7 വെറൈറ്റീസാണ് ഉള്ളത്. അപ്പോൾ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലെയിൻ കളറായിട്ടുള്ളതാണ് ഈ ഒരു കോളിയസ് പ്ലാന്റ്. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ണാടി ചെടി, അതുപോലെ തന്നെ കളർ ചെടി, അതുപോലെ നമ്മളിങ്ങനെ കോളിയസ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം ഇത് നമ്മൾ ബുഷിയായിട്ട് വളർത്തിയെടുക്കണം എന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കണം. ഇത്ര ഹൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. നമ്മളെപ്പോഴും ഇതിനെ കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫിൽ വന്നിട്ട് ഒരു 3 കളേഴ്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു പിങ്ക് കളറ്, അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളറ്, ഒരു ഗ്രീൻ കളറ്, അങ്ങനെ 3 കളേഴ്സ് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബുഷിയായി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പ്ലാന്റ് നടുന്ന രീതിയിൽ കൊടുക്കുന്നത്, നമുക്ക് വേരോടുക്കനെ ഈ തൈ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലാതെ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊക്കോപീറ്റും കുറച്ച് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ റൂട്ട് പെട്ടെന്ന് ഫോം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോപീറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 3ഉം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു കവറിൽ എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുക ഈ ഒരു കട്ടിങ്സ്. അപ്പോൾ അത് ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വന്നിട്ട് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കരുത്. അത്യാവശ്യം ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ആ ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സ്റ്റെമ്മാണ് കട്ട് ചെയ്ത് നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുമ്പം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ ഒരു പോട്ടിൽ തന്നെ 2, 3, 4 സ്റ്റെമ്മായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ ഇത് വളർന്ന് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോട്ടിൽ ഒരുപാട് സ്റ്റെമ്മായി നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഹൈറ്റിൽ പോവാതെ നമ്മൾ ഇത്രയും ഹൈറ്റ് വരുന്ന ഓരോ സ്റ്റെമ്മ് നോക്കി കട്ട് ചെയ്തിട്ട് ഈ പോട്ടിൽ തന്നെ നമ്മൾ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് കിട്ടുന്നതാണ്. വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതിന് ചെയ്യുന്നത് പച്ച ചാണകം നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ബുഷിയായിട്ട് നല്ല കളറായിട്ടുള്ള ഇലകൾ തന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വളർന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിലൊരു കതിര് പോലെ ഒരു ഫ്ലവർ വരും. അപ്പോൾ ആ ഒരു ഫ്ലവർ നമ്മൾ അപ്പം തന്നെ കൈ വെച്ചിട്ട് നുള്ളി അങ്ങ് കളയണം. അപ്പോൾ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് അതവിടെ നിർത്തരുത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ ഹൈറ്റ് വരാതെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്, നമുക്ക് വീടിന് ഭംഗി നൽകാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ കോളിയസ് പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാന്റ്സിന്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള കോളിയസ് പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പം ഇതിനും അതെ ഒരു 2 കളേഴ്സ് ആയിട്ടുള്ളതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ള സ്റ്റെമ്മാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത്. അപ്പം ഇതും അതെ നമ്മൾ ബുഷിയായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും സ്റ്റെമ്മ് വെച്ച് കൊടുക്കുമ്പോൾ കട്ടിങ്സ് ഒരുപാട് സ്റ്റെമ്മ് നമ്മൾ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടും. അതുപോലെ ഹൈറ്റിൽ വരുന്ന ഓരോ സ്റ്റെമ്മും നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു പ്ലാന്റിൽ കതിരുകൾ വരും, ഒരു ഫ്ലവർ വരും ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളിതിൽ നിർത്തരുത്, നമ്മളത് അപ്പം തന്നെ കൈ വെച്ചിട്ട് നുള്ളി അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇതേ ഹൈറ്റിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ പ്രത്യേകത. നമ്മൾ കെയർ ചെയ്യുമ്പോഴും അതെ. പിന്നെ ഞാൻ ഇതിന് പ്രത്യേകം വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചച്ചാണകം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ് കേട്ടോ. 3 കളേഴ്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ സ്റ്റെമ്മ് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കോളിയസ് പ്ലാന്റിന് സ്റ്റെമ്മിലും ഡിഫറൻസ് കളേഴ്സ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ പർപ്പിൾ ഷെയ്ഡ്, അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ്, അതുപോലെ ഇങ്ങനെ ഗ്രീനി ആയിട്ടുള്ളതൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലീഫിൽ തന്നെ വ്യത്യാസം വരുന്നതാണ്. ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ കളറ് മിക്സഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു കോളിയസ് പ്ലാന്റ്. അപ്പം ഈ ഒരു കോളിയസ് പ്ലാന്റിൽ തന്നെ ഡിഫറെൻറ്റ് ലീഫിൽ വ്യത്യാസം വരുന്ന പ്ലാന്റ്സും ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടാണ് ഇതിൻ്റെ ലീഫ് ഈ ഒരു പ്ലാന്റിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെമ്മ് എനിക്ക് എന്തായാലും കട്ട് ചെയ്തിട്ട് മാറ്റി നട്ടു നോക്കണം, അത് അങ്ങനെ തന്നെ ഗ്രീനി ആയിട്ട് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ കതിര് വന്ന് നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഇത് കതിര് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ വലുതായി ഫ്ലവറായി വരും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ വളർന്ന് വലുതാവില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കോളിയസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ലീഫിൽ ഇങ്ങനെ നമ്മളൊരു ബ്രൗൺ പെയിൻറ്റ് ഇങ്ങനെ തൂവി കൊടുത്ത പോലെയാണ് കേട്ടോ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത് ഞാൻ നട്ടു കൊടുത്തിട്ട് അധികമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി പിടിച്ച് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് പ്രകൃതിയുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു ലീഫിൽ തന്നെ പല കളേഴ്സ് വരുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കതിര് വന്ന് ഫ്ലവറായി നിൽക്കുന്നത് ഇതുപോലെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പാടെ കൈകൊണ്ട് തന്നെ നുള്ളി കളഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ നിന്നും മുരടിച്ച് പോവുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട് ഫോമായി കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു പോട്ടിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ നമ്മളിത് ഡയറക്റ്റായിട്ട് മണ്ണിൽ നട്ടു കൊടുത്താലും വളരെ ഈസി ആയി തന്നെ ഇത് ഉണ്ടായി കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു 2 കളേഴ്സ് ആയിട്ടുള്ള കോളിയസ് പ്ലാന്റ്സ് ആണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ടിപ്സും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മളെ അറിയിക്കണം. പിന്നെ ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിക്കൊന്ന് എൻ്റെ മെയിലിലോട്ട് അയച്ചോളൂ കേട്ടോ. ഞാൻ അത് നമ്മുടെ മെയിൽ ID എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.